السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. ഏറ്റവും പ്രിയപ്പെട്ട ഉസ്താദുമാരെ, അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ, ഈ വീഡിയോ അവസാനിപ്പിക്കുമാറാവട്ടെ. ഈ മഹത്തായ വേദി മഹാകവി മോളിക്കുട്ടി വരിയുടെ ബദർ പാടിൽ നിന്ന് ഏതാനും ചില വരികൾ തിരിച്ചുകൊണ്ട് ബദർ രണാങ്കണത്തിലെ ഏതാനും ചില നിമിഷങ്ങൾ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ മക്കൾ എൻ്റെ ഈ പാടിപ്പാടി അവസാനിപ്പിക്കാം. നമുക്ക് ആർക്കും അറിയുന്നത് പോലെ യുദ്ധത്തിന്റെ ചരിത്രത്തിൽ എക്കാലത്തും ഉയർന്നു നിൽക്കുന്ന ഒരു നാമമാണ് ബദർ. ആ ബദർ പിന്നീട് മുസ്ലിങ്ങളുടെ തലവട്ടകൾക്ക് ഒരു പ്രചോദനമായി മാറുകയായിരുന്നു. ആ ബദറിന്റെ ചില നിമിഷങ്ങളാണ്, അതിലെ ചില നിമിഷങ്ങൾ മാത്രം പറഞ്ഞു. തമ്പിയ സെവരി മാറട വെള്ളനബി മഹമൂദി വെള്ളം കുടിക്കുന്നോനാരട അംബർ ഷഫീഉള്ള കാവൽ വെച്ചുള്ള സമരമിൽ വന്ന് ചേരട ഖൈറുൽ വലാം നബിയാർ കൊളത്തീന് ധൈര്യമുണ്ടെങ്കിൽ പോരട വമ്പുറ്റ ഹംസ ചാടി തമ്മിയ സേവതിൽ മാറട വെള്ളൽ നബി മഹമൂദി വെള്ളം കുടിക്കുന്നോനാരട ഉപമാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ, വന്ന് വിലക്കോടെ വെള്ളം കുടിച്ചാട്ടെ, തുമ്പിത്ത് മാമാദം പൊട്ടിയോളമട്ടെ, ഉറിയ വാക്കിനെ കേട്ട് വലിപ്പട്ടെ, സംസാരിക സാരിക പമകരി പരിമകരിക തകുന്തനദിന്ദിൻ ചങ്കം ഗുണങ്ങളും താളം തരികിട ചുതകതികളും കൊണ്ടാനേ. ബദർ അതിന്റെ ഒരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങണം. നമുക്കറിയാം, അബൂ സുഫിയാന്റെ നേതൃത്വത്തില് മുസ്ലിങ്ങളുടെ സമ്മതമെല്ലാം കൊള്ളയടിച്ചുകൊണ്ട് അന്ന് അബൂ സുഫിയാൻ രക്ഷപ്പെടുന്ന ഒരു വേളയാണ്. അന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പടയാളികളും ഒരു വഴികളിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ അബൂ സുഫിയാൻ അങ്ങനെ അബൂജഹലിന്റെ അടുത്തിലേക്ക്, അതിന്റെ കൂട്ടാളികളിലേക്ക് ഒരു ദൂതനയക്കം. ഞങ്ങൾ ഇങ്ങനൊരു കാര്യത്തിൽ പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ഇത് ചെയ്യാൻ എടുക്കണമെന്ന് മനസ്സിലാക്കിയ അന്ന് ആ ഒരു സന്ദേശം അബൂജഹലിനോട് കുട്ടിനോട് പറയും. അപ്പൊ അങ്ങനെ അന്ന് അബൂജഹൽ വലിയ ആർഭാടത്തോടു കൂടി അന്ന് പുറപ്പെടും. ഏകദേശം 950ഓളം പടയാളികളുമായിട്ട് അന്ന് അവർ ബദറിന്റെ രണാങ്കണത്തിലേക്ക് അബൂജഹലും കൊണ്ടുവരും. ശരി, അന്ന് പിന്നീട് മനസ്സിലായി അന്ന് അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമാനായ ആളാണ്. പിന്നീട് ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിലും ചരിത്രം പറയുമ്പോൾ അബൂ സുഫിയാൻ അന്ന് വലിയ ബുദ്ധിമാനായ ആളാണെങ്കിലും അന്ന് രക്ഷപ്പെടണം. അദ്ദേഹത്തിന്റെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെടും. അങ്ങനെയാണ് പിന്നീട് മനസ്സിലാക്കിയ അബൂജഹൽ എടുത്ത തീരുമാനമാണ് മാറ്റുന്ന പ്രശ്നമല്ലാതെ അവിടെ നിന്ന് അബൂജഹലിന്റെ തീരുമാനിക്കണം. അങ്ങനെ അവർ പുറപ്പെടും ബദറിലേക്ക്. അപ്പൊ ഞാൻ ഈ ഒരു മാപ്പിളപ്പാടിലൂടെ ഞാനിവിടെ വ്യക്തമാക്കിയത് ആ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയുടെ സ്വഹാബത്ത് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് ഹൗദ് നിർമ്മിക്കുന്നത്. അപ്പോ അവിടെ നിന്ന് ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഹക്കീം എന്ന് പറയുന്ന ഒരാൾ അവിടേക്ക് വരിക.
പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലുണ്ട്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവൻ വരുന്നത് വെള്ളം കുടിക്കാനാണെങ്കിൽ അവനെ തടുക്കണ്ട, നീ ഹൗദ് കുടിക്കാനാണോ നിങ്ങൾ യുദ്ധം ചെയ്തോ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തൊരു കരുണ! ഈ ഒരു അദ്ദേഹത്തിന്റെ ശബ്ദങ്ങളോട് പോലും അദ്ദേഹം കരുണ കാണിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഏറ്റവും ഉദാഹരണമാണ്. വെള്ളത്തിന് ഒരിക്കലും വില പറയാൻ പാടില്ല എന്നുള്ളതാണ്. വീട്ടിൽ ആകാശവാദം പറയാൻ പാടില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ, അത് കുടിക്കാൻ വരികയാണെങ്കിൽ ഓക്കെ അവരോട് യുദ്ധം ചെയ്യും. പക്ഷെ അങ്ങനെ വന്നില്ല. പിന്നീടാണ് അസ്വദ് എന്ന ഒരാള് അവിടേക്ക് കിടന്നത്. അസ്വദ് ബിൻ ഉസ്സ. അപ്പോ അന്ന് ഹംസ റളിയല്ലാഹു അൻഹു അസ്വദും ചെറുപ്പത്തിൽ വലിയ കൂട്ടുകാരായിരുന്നു. അങ്ങനെ അവര് ആ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ, ഒരിക്കൽ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് അസ്വദ് ബിൻ ഉസ്സ എന്ന് പറയുന്ന ആള് കടന്നു വന്നത് പറഞ്ഞു, എനിക്കൊരു പെണ്ണിനെ കിട്ടിയോ, നമുക്ക് വേണമെങ്കിൽ വീട്ടാന്ന് പറഞ്ഞു. അവിടെ നിന്ന് മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഈ തോന്നിയാസത്തിന് കിട്ടൂല. അപ്പോ ഹംസ റളിയല്ലാഹു അൻഹു ചെല്ലുക. അപ്പോ ഒരു പെണ്ണിനോട് കേട്ടിട്ടുണ്ട്. അപ്പൊ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇതെന്റെ അയൽവാസിയാണ്. നേരത്തെ തന്നെ വിലക്കിയതാണ്, ഇതെന്റെ അയൽവാസിയാണ്, ഇതിനെങ്ങനെ കിട്ടണമെന്നാണ് ഒരൊറ്റപ്പിടുത്തം മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആ ഒരു അസ്വദ് ബിൻ ഉസ്സ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കൗത്തിനെ പിടിച്ചു പിടിച്ചു. അതോടുകൂടി കൗത്തൻ ഉലക്കി പോയി. ഇതാണ് ചരിത്രം. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്ത് തോന്നിയാസ് ചെയ്യാനാണെങ്കിൽ ഇങ്ങനെ കിട്ടൂല. ഇനി നമ്മൾ തമ്മിൽ ബന്ധമില്ല. അങ്ങനെ ആ രണ്ട് എതിരാളികളാണ് ബദറിന്റെ രണാങ്കണത്തിൽ നേരോട് നേരെ ചേർന്നുകൊണ്ട് യുദ്ധം ചെയ്യാനിരിക്കണം. അപ്പോ അവിടെ നിന്ന് അസ്വദ് പറയുന്നത്, എടാ ഹംസ, എനിക്കൊരു കണക്ക് തീർക്കാൻ, പ്രതികാരം ചെയ്യാൻ. ഒന്ന് അന്നത്തെ കണക്ക്, മറ്റൊന്ന് ഈ ഒരു കുടിക്കാൻ. അപ്പൊ ഹംസ പറഞ്ഞു, എടാ അന്ന് എനിക്ക് ഓർമ്മല്ലേ, നിന്റെ കൗത്ത് പിടിച്ച് പിരിച്ചതൊക്കെ ഇപ്പോൾ ഓർമ്മയില്ല, നിന്റെ കയ്യിലെ ശക്തി എന്താന്ന് മനസ്സിലാക്കിയില്ലേ? അപ്പൊ അസ്വദ് ബിൻ ഉസ്സ അതൊന്നും ചെയ്യുന്നില്ല. അങ്ങനെ അസ്വദ് ബിൻ ഉസ്സ കുതിരയെ വായിച്ചുകൊണ്ട് ആ ഹൗദിന്റെ അടുക്കിലേക്ക് നീങ്ങണം. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ആ ഒരു ഹൗദിന്റെ അടുക്കലേക്ക് അസ്വദ് ബിൻ ഉസ്സ കുതിരയെ കൊണ്ട് എത്തിയെന്ന് മനസ്സിലാക്കി മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു കുതിച്ചു ആ ഹൗദിന്റെ അടുക്കിലേക്ക്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു അസ്വദ് ബിൻ ഉസ്സ എന്ന് പറയുന്ന വ്യക്തിയും തമ്മിൽ പൊരിഞ്ഞു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ തോൽപ്പിക്കാൻ വേണ്ടി അസ്വദ് ബിൻ ഉസ്സ പഠിച്ച പണി 18 വയറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഭയങ്കര യുദ്ധമാണ്, ഒരു തരത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല. അവസാനം മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു വാള് പിടിച്ച് കാലിൽ വെട്ടി. അതോടുകൂടി ഒരു അസ്വദ് ബിൻ ഉസ്സ മറിഞ്ഞു വീഴുകയാണ്. അങ്ങനെ പിന്നീട് നിരങ്ങി വന്നാൽ ഹൗദ് പിടിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോ മഹാനായ ഹംസ റളിയല്ലാഹു അൻഹു ഹൗദിനെ വെട്ടി. അതോടുകൂടി ആ ഒരു യുദ്ധത്തിന് തുടക്കം നൽകണം. ഇങ്ങനെ ഭയങ്കര ബഹുമാനെ ത്വഹാവ് മുന്നിൽ നിന്ന് അബൂജഹൽ കുണ്ടടർത്തിയെന്ന്. ബഹുമാനെ ത്വഹാവ് മുന്നിൽ നിന്ന് അണിയാണിയായി എല്ലാവർക്കും വന്ന് സൊഫിൽ നിരന്ന സ്വഹാബാക്കളെ സംശുദ്ധനെ വളർത്തിയോരെ. സൊഫിൽ നിരന്ന സ്വഹാബാക്കളെ സംശുദ്ധനെ വളർത്തിയോരെ. സന്മാർഗ പാതാവ് കാട്ടിയോരെ. വീറുറ്റ ബദർ ശുഹദാക്കളെ. വീറുറ്റ ബദർ ശുഹദാക്കളെ.
അങ്ങനെ ആ ബദുരണാകടത്തിന്റെ അവസാന നിമിഷത്തിലേക്ക് കടക്കണ അന്ന് മഹാനായ അവിടുത്തെ മസൂദ് എന്ന് പറയുന്ന ഒരാള് അബൂജഹലിൻ മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പ്രത്യേകിച്ചുകൊണ്ട് അബൂജഹൽ അവിടെ നിന്ന് അടിമേട്ടിലേക്ക് കുത്തിയേറ്റുകൊണ്ട് അവിടെ ഒന്നും കാണാതെ ഒരു നിലക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. അതോടുകൂടി ആ ഒരു യുദ്ധത്തിലേക്ക് ആ യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് കടക്കുന്നു. അതോടുകൂടി ഈ ഒരു ബദരണാകടത്തിലെ 5 നിമിഷങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.